വൈക്കം വീരൻ തന്തൈ പെരിയാറിന് സത്യാഗ്രഹ ഭൂമിയിൽ മഹനീയ സ്മാരകം. ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. ഫെഡറലിസ്റ്റിൽ അടക്കം യോജിച്ചുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്താണ് എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും സംസാരിച്ചത്. ചരിത്രത്തിലേക്ക് വേരാഴ്ത്തിയ കേരള തമിഴ്നാട് സാംസ്കാരിക സൗഹൃദത്തിന് വൈക്കത്ത് പുതിയൊരു സ്മാരകം. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായാണ് നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഫോട്ടോ മ്യൂസിയവും പാർക്കും ഒക്കെ അടങ്ങുന്നതാണ് 70 സെന്റ് സ്ഥലത്തെ തന്തൈ പെരിയാർ സ്മാരകം. നാടമുറിച്ച് സ്മാരകം ഉദ്ഘാടനം ചെയ്ത എം.കെ. സ്റ്റാലിനും പിണറായി വിജയനും ഫോട്ടോ ഗ്യാലറി വീക്ഷിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൽ പെരിയാറിനുള്ള മഹനീയ പങ്ക് വ്യക്തമാക്കുന്നതാണ് സ്മാരകം. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ സ്റ്റാലിൻ സംസാരിച്ചു തുടങ്ങിയത് മലയാളത്തിൽ. ഇന്ന് ചരിത്രത്തിൻ്റെ ഏടുകളിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തേണ്ട ദിവസമാണ്. പ്രവേശനം നിഷേധിക്കപ്പെട്ട വൈക്കത്ത് തന്റെ പെരിയാറിന് നമ്മൾ ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന പിണറായി വിജയന്റെ പ്രസംഗത്തിൽ സ്റ്റാലിൻ പുകഴ്ത്തി. ശതാബ്ദി ആഘോഷം ഒന്നിച്ച് നടത്താമെന്ന നിർദ്ദേശം അംഗീകരിച്ചതിന് പിണറായിക്ക് നന്ദി. ഇന്ത്യ அளவில் ஆளுமைமிக்க தலைவர்களை ஒருவராக விளங்கக்கூடியவர் மாண்புமிகு பினராயி விஜயன் அவர்கள். பெரியார் நினைவகம் மற்றும் நூலகம் கட்டுவதற்கான அனுமதியை தந்தது முதல் எல்லா முன்னெடுப்புகளுக்கும் அவர் உறுதுணையாக இருந்திருக்கிறார். அவருக்கும் கேரள அரசுக்கும் கேரள அமைச்சர் பெருமக்களுக்கும் அதிகாரிகளுக்கும் என்னுடைய அன்பையும் மரியாதையும் நன்றியும் நான் இந்த நேரத்தில் தெரிவித்துக் கொள்ள விரும்புகிறேன். മത, ജാതി, ധന, ലിംഗ വിവേചനം അവസാനിപ്പിക്കാൻ ഒന്നിച്ചുള്ള പോരാട്ടം ഇനിയും തുടരണമെന്നും സ്റ്റാലിൻ പറഞ്ഞു. കേരളവും തമിഴ്നാടും ഒത്തൊരുമിച്ച് മുന്നോട്ടു പോകുന്നതിലെ ആവശ്യകതയിലൂന്നിയാണ് പിണറായി സംസാരിച്ചത്. കാലം ആവശ്യപ്പെടുന്ന ഫെഡറലിസത്തിന്റെ സ്വാഭിമാനം സംരക്ഷിക്കാൻ ഇരു സംസ്ഥാനങ്ങളും നിലകൊള്ളും. അതിർവരമ്പുകൾക്ക് അതീതമായ സഹവർത്തിത്വവും സഹകരണവുമാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സഹവർത്തിത്വവും സഹകരണവും തുറന്നു കൊണ്ടുപോവുകയാണ് കേരളവും തമിഴ്നാടും ചെയ്യുന്നത്. കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ തമിഴ്നാടും തമിഴ്നാടിൻ്റെ പ്രശ്നങ്ങളിൽ കേരളവും പരസ്പരം കൈത്താങ്ങാവുന്നു. ആ നിലക്ക് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ യഥാർത്ഥ ദൃഷ്ടാന്തങ്ങളായാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളും മുന്നോട്ട് പോകുന്നത്. രാവിലെ കുമരകം ലേക്ക് റിസോർട്ടിൽ സ്റ്റാലിന് ഗാർഡ് ഫോണ് നൽകി കേരളത്തിന്റെ ആദരമർപ്പിച്ചു. പിണറായിയും സ്റ്റാലിനും ഒരുമിച്ചാണ് പ്രഭാത ഭക്ഷണം കഴിച്ചത്. ഇതിനിടെ അന്തർസംസ്ഥാന വിഷയങ്ങളടക്കം ചർച്ച ചെയ്തു. എന്നാൽ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നില്ല എന്നാണ് സൂചന. തമിഴ്നാട് സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ ഉദ്ഘാടനത്തിനായി ഇന്നലെയാണ് സ്റ്റാലിൻ കേരളത്തിലെത്തിയത്. ന്യൂസ് മലയാളം, കോട്ടയം.